എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുടുംബ ബന്ധങ്ങളിൽ സുതാര്യമായിട്ടുള്ള രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ കുടുംബത്തെ സുതാര്യമായി കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കുടുംബ ബന്ധങ്ങൾക്കെല്ലാം അകൽച്ച കൂടുകയാണ്. പ്രത്യേകിച്ചും ഈ സ്മാർട്ട് ഫോണിൻ്റെ കാലം വന്നതിന് ശേഷം കുടുംബ ബന്ധങ്ങളെല്ലാം അകന്നകന്ന് ഓരോ ചെറിയ ചെറിയ ദ്വീപ് പോലെ തന്നെ ഓരോ മുറിയും രൂപപ്പെടുന്ന, പരസ്പരം ഇടപെടുന്ന, സംസാരിക്കുന്ന, പരസ്പരം ആശയങ്ങൾ ഷെയർ ചെയ്യുന്ന, അതുപോലെ പലവിധ അനുഭവങ്ങളും വിഷമങ്ങളും ഒക്കെ പങ്കിടുന്നത് വളരെ കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലവിധ വിപത്തുകളിലേക്ക് അത് നയിക്കുന്നുണ്ട്. അനുദിന പത്രവാർത്തകളിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നല്ല സൗഹൃദ ബന്ധങ്ങൾ കുടുംബാംഗങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കുന്ന അവസ്ഥ. ഒന്നാമത്തെ ഒരു ചെറിയ കാര്യം, അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റിൻ്റെ ഡാറ്റ ഒരു ദിവസത്തെ കോട്ട 1.5 GB ആണ്, അല്ലെങ്കിൽ 2 GB ആണ്. അത് നിങ്ങൾ ഉപയോഗിച്ച് തീർന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ വൈഫിൻ്റെ അല്ലെങ്കിൽ മോളുടെ മോൻ്റെ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഇങ്ങനെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ തന്നെ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ബന്ധമാണ് അവിടെ. അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഫോണിലെ പാസ്വേഡ് അല്ലെങ്കിൽ സെക്യൂരിറ്റി പാറ്റേൺ, അതുപോലെ ലോക്ക് സ്ക്രീൻ മാറ്റാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ടേബിളിലിരിക്കുന്ന ഫോൺ നിങ്ങളുടെ ഫാമിലിയിലെ ആരുടെയെങ്കിലും ആയിക്കോട്ടെ, അവരുടെ ഫോൺ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാനും ഒരു വീഡിയോ കാണാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്യാനോ അതിനൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. എന്നാൽ ചില വീടുകളിൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം അവരുടെ ഫോണിൽ തൊടാൻ അധികാരമില്ല. പേരൻസിൻ്റെ ഫോണിൽ കുട്ടികൾക്ക് തൊടാൻ അധികാരമില്ല, അതുപോലെ കുട്ടികളുടെ ഫോണിൽ പേരൻസിനും തൊടാൻ അധികാരമില്ല. അതുപോലെ അവർ ഓരോ തവണയും ആർക്കും അറിയാത്ത രീതിയിൽ പാസ്വേഡുകളും സെക്യൂരിറ്റി പാറ്റേൺ എല്ലാം മാറ്റിക്കൊണ്ടിരിക്കും. ഇനി മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ, അതുപോലെ ലാപ്ടോപ്പ്, ടാബ്, ഡെസ്ക്ടോപ്പ്, ഇങ്ങനെയുള്ളതിലെല്ലാം സേഫ് സെർച്ച് ഓണാക്കി ഇടണം. അപ്പോൾ സേഫ് സെർച്ച് ഓണാക്കി ഇടുന്ന അത്തരം ഡിവൈസസ് എല്ലാം തന്നെ നിങ്ങൾ ഓർക്കണം, അവർ കുറച്ചുകൂടി നല്ല കണ്ടൻറ്റ് സെർച്ച് ചെയ്യുമ്പോൾ വരാനും അവരുടെ രീതി മാതൃകാപരമായിരിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. ഇനി കുടുംബാംഗങ്ങൾക്കിടയിൽ നല്ല വിശ്വാസ്യത വേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ, അതുപോലെ ആ ATM കാർഡിൻ്റെ പാസ്വേഡ്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ളതെല്ലാം ഒരു ബുക്കിൽ കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുടുംബാംഗങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുകയും, അല്ലെങ്കിൽ അവർ ഒരു ആവശ്യത്തിന് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ആ ബുക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ബുക്കിൽ നോക്കി അവർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെയൊക്കെ അനാവശ്യമായിട്ട് പണം ദുർവിനിയോഗം ചെയ്യില്ല എന്ന് കുടുംബാംഗങ്ങൾക്കിടയിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു നല്ല കാര്യമായിരിക്കും. കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർ റൂം ലോക്ക് ചെയ്ത് പകലിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം കുടുംബാംഗങ്ങൾ എപ്പം വേണേലും കയറി വരാൻ പറ്റുന്ന സുതാര്യമായിട്ടുള്ള ഒരു രീതിയായിരിക്കണം കുടുംബാംഗങ്ങൾക്കിടയിലുള്ളത്. ഇനി മറ്റൊന്നുള്ളത്, ഫോണിലെ, ലാപ്പിലെ, ടാബിലെ, ഡെസ്ക്ടോപ്പിലെ ഇതിലൊക്കെ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യുന്ന സെർച്ച് ഹിസ്റ്ററി തുടർച്ചയായിട്ട് അത് എപ്പോഴും ക്ലിയർ ഹിസ്റ്ററി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ചിലപ്പോൾ നല്ല കണ്ടൻറ്റ് ആയിരിക്കത്തില്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. ഇനി ഫാമിലി മെമ്പേഴ്സ് തന്നെ പലരും പല ഡിവൈസാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അവരുടെ ഗൂഗിൾ അക്കൗണ്ടും മറ്റും സിൻക്രണൈസേഷൻ ഉള്ള കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ഡിവൈസിൽ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ആ സെർച്ചിൻ്റെ അതിൻ്റെ കീവേഡ്സ് എല്ലാം ലിസ്റ്റ് ചെയ്ത് അടുത്ത വേറൊരു ഡിവൈസിലും വരും. കാരണം ഗൂഗിൾ അക്കൗണ്ടിൽ കൂടിയാണല്ലോ നമ്മൾ ഗൂഗിൾ ക്രോമിലൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിലും വരും. അപ്പോഴേക്കും ഒരു കാര്യമുള്ളത്, അവിടെയൊക്കെ നല്ല സുതാര്യതയുള്ള സെർച്ചുകളും സുതാര്യതയുള്ള നല്ലൊരു രീതിയായിരിക്കും അവിടെ വരിക.
അതുപോലെ തന്നെ നിങ്ങൾക്ക് വെളിയിൽ നിന്നൊരു കോൾ വരുന്നു. അപ്പോൾ ആ കോൾ നിങ്ങൾ സ്പീക്കർ ഫോണിൽ സംസാരിക്കാൻ, അതായത് റേഡിയേഷൻ കുറവാണ്, അവരുടെ രീതി മാതൃകാപരമായിരിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഫാമിലി മെമ്പേഴ്സിനിടയ്ക്കുള്ള അകലം കുറയുന്നു, ബന്ധങ്ങളൊക്കെ ദൃഢമാകുന്നു. വളരെ നല്ല കുടുംബജീവിതം നയിക്കാനൊക്കെ ഇങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.